ഇന്ന് നമ്മോടൊപ്പം അമേരിക്കയിൽ ബൈഡൻ്റെ അഡ്വൈസറായിരിക്കുന്ന തമ്പി പോത്തൻ നമ്മോടൊപ്പമുണ്ട്. റാന്നിയിൽ നിന്ന് അമേരിക്കയിൽ ജോലിക്കെത്തിയ തമ്പി പോത്തൻ ഇന്ന് അമേരിക്കയിൽ താരമാണ്. അദ്ദേഹമാണ് നമ്മുടെ അതിഥി. പ്രിയ തമ്പിച്ചാൻ, എങ്ങനെയാണ് ബൈഡനുമായിട്ട് ഇങ്ങനെ വൈറ്റ് ഹൗസിൽ ചെന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞങ്ങൾ പത്രധാരയിലൂടെ കണ്ടു. വളരെ അതിശയമായിട്ട് തോന്നി. കാരണം വൈറ്റ് ഹൗസിലൊക്കെ ഒരു മലയാളി കയറി ചെല്ലുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായ സംഭവമാണ്. അതിൻ്റെ രഹസ്യം ഒന്ന് പറയാമോ? ഞാൻ 1980 BSc പാസ്സായിട്ട് റാന്നി കോളേജ് BSc പാസ്സായിട്ട് ഇവിടുന്ന് അമേരിക്കയിൽ പോയതാണ്. അവിടെ ചെന്ന് അമേരിക്കയിൽ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിട്ട് സിറ്റി ഓഫ് ഫിലാഡൽഫിയയിലെ സിവിൽ സർവീസ് ടെസ്റ്റ് എഴുതി ഇപ്പോൾ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ പല പൊളിറ്റീഷ്യൻസും വരും. അങ്ങനെ എൻ്റെ ഒരു നെയ്ബറായ ഒരു പൊളിറ്റീഷ്യൻ ബ്രണ്ടൻ ബോയിൽ എന്നൊരു പാർട്ടി അവിടെ വന്ന് ഇലക്ഷൻ ടൈമിൽ പറഞ്ഞ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് സർവീസ് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഞാൻ മലയാളി കമ്മ്യൂണിറ്റി, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ആൾക്കാർ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് അവരെല്ലാം ഞങ്ങളെല്ലാം കൂടി ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത്, ഇല്ലീഗലായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് പുള്ളിയെ US കോൺഗ്രസ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പുള്ളി ഫോറിൻ റിലേഷൻ കമ്മിറ്റി മെമ്പറാണ്. അന്ന് ബ്രണ്ടൻ ബോയിൽ കോൺഗ്രസ്മാൻ എൻ്റെ ഉറ്റ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ എനിക്ക് പ്രസിഡന്റ് കാണണം, എൻ്റെ ജീവിതാഭിലാഷമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നവംബറിൽ നടന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഇന്ത്യക്കാർ പൊതുവെ കമലാ ഹാരിസിനെതിരായിട്ടാണ് വോട്ട് ചെയ്തിരുന്നത്. അത് പ്രസിഡന്റ് ബൈഡൻ മനസ്സിലാക്കുകയും ഉടനെ പ്രസിഡന്റ് ഏറ്റവും അടുത്ത ഉപദേശകനായ കോൺഗ്രസ്മാൻ ബ്രണ്ടൻ ബോയോട് ആവശ്യപ്പെട്ടു, എനിക്ക് ഒരു ഇന്ത്യക്കാരനെ കാണണം, ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന്. പിന്നെ കോൺഗ്രസ്മാൻ പറഞ്ഞ് എൻ്റെ ഉറ്റ സുഹൃത്തായ തമ്പി പോത്തൻ കാലിലൂട്ടുണ്ട്, പുള്ളിയെ ഞാൻ അറേഞ്ച് ചെയ്യാം. ഉടൻ തന്നെ വൈറ്റ് ഹൗസിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. എത്രയും പെട്ടെന്ന് പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ടൈം അപ്പോയിൻമെൻറ്റ് വന്നു. ഞാനും കോൺഗ്രസ്മാനും കൂടെ അവിടെ ചെന്നു. പ്രസിഡന്റ് അവിടെ ഞങ്ങളെ സ്വീകരിക്കുകയും അത് ഞങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ച് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഏഷ്യൻ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് കമലാ ഹാരിസിന് വോട്ട് ചെയ്യുന്നില്ല. പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. പ്രസിഡന്റ് പോളിസിയിലുണ്ടായ പാളിച്ചകൾ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പ്രസിഡന്റ് മനസ്സിലാക്കുകയും പക്ഷേ അപ്പോഴത്തേക്കും ലേറ്റായി പോവുകയും ചെയ്തു. അങ്ങനെയാണ് കമലാ ഹാരിസിന് ഇന്ത്യൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ പോയത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അടുത്ത പ്രാവശ്യം അമേരിക്കയിൽ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ MLA ആയിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് ഫിലഡൽഫിയയിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. എന്താണ് അതിൻ്റെ രഹസ്യം? ഞാൻ 34 വർഷമായിട്ട് സിറ്റി ഓഫ് ഫിലഡൽഫിയയിലെ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. എന്നാൽ ബ്രണ്ടൻ ബോയിൽ പുള്ളിയെ ഇലക്ഷൻ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു, നീ നല്ലൊരു പൊളിറ്റീഷ്യനാണ്, നിനക്ക് ക്യാമ്പയിൻ ചെയ്യാൻ നടത്താൻ നല്ലതായിട്ട് അറിയാം, നിൻ്റെ ക്യാമ്പയിൻ്റെ ബുദ്ധിപരമായ ക്യാമ്പയിൻ ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ജയിച്ചത്, അതുകൊണ്ട് നീ തീർച്ചയായിട്ടും മത്സരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഡെമോക്രാറ്റിക് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അടുത്ത 2027 ഇലക്ഷന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ 34 വർഷത്തെ ഗവൺമെൻറ് സർവീസ് ജോലി രാജിവെച്ചതിന് ശേഷം കംപ്ലീറ്റ് പൊളിറ്റിക്സിലേക്ക് പൊളിറ്റീഷ്യനായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ട ഓഫീസിൽ വന്ന് ജോലി ചെയ്യണം. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് ഇലക്ഷൻ ഫണ്ടിങ് നടത്തുന്നതും എങ്ങനെയാണ് ഇലക്ഷൻ നേരിടുന്നതുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു വർഷം തന്നെ പഠിപ്പിച്ചതിന് ശേഷം 2027 ഇലക്ഷനിലേക്ക് ഞാൻ മത്സരിക്കുന്ന കാര്യം തീരുമാനം എടുത്തിട്ടില്ല. എന്നിരുന്നാലും അതിലേക്ക് ഞാൻ മുന്നേറാൻ പോവുകയാണ്. റാന്നി സെൻറ് തോമസ് വലിയ പള്ളിയുടെ ഇടവാംഗവും റാന്നി പ്രസിദ്ധമായ കാവക്കൽ കുടുംബാംഗമായ താങ്കൾ അവിടെ ഫിലഡൽഫിയയിൽ തന്നെ എനിക്കൊന്ന് അമേരിക്ക 2 പള്ളിയുടെ വലിയ ദേവാലയങ്ങളുടെ നിർമ്മിതിക്ക് മുഖ്യ ചുക്കാൻ പിടിച്ച നിങ്ങളാണെന്ന് കേൾക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? 1986 ഞാൻ അമേരിക്ക ചെല്ലുന്നത്. അന്ന് ഫിലഡൽഫിയയിലെ ജ്ഞാനായക്കാരുണ്ട് 5 ഫാമിലി ഉണ്ടായിരുന്നു. അതിന് 3-4 ഫാമിലിയോട് വന്നപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്ത് പള്ളി വാങ്ങുന്നു. ആ പള്ളിയുടെ ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും എന്നെ കഴിവത് സഹായിച്ച് അവിടെ ഒരു പള്ളി മേടിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പള്ളിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു പള്ളിയായിട്ട് വേറെ അടുത്തൊരു പള്ളി ഉണ്ടാക്കി. നോർത്ത് മലയൻ ജ്ഞാനായ ചർച്ച് എന്ന പള്ളി ഉണ്ടായി. ആ പള്ളിയുടെയും ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത സമയത്ത് ഞാൻ പ്രോമിസ് ചെയ്തു, ഈ പള്ളി യാതൊരു ലോണും ഇല്ലാതെ തന്നെ ഞാൻ മേടിച്ചെടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അധ്വാനിച്ച് വളരെ ബന്ധപ്പെട്ട് ഒരു പൈസ പോലും ലോണില്ലാതെ ആ പള്ളി ഇടവകയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോടുകൂടെ സഹകരിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്.
താങ്ക് യു പാസ്റ്റർ തോമസ് കുട്ടിയെ കണ്ടേ വളരെ സന്തോഷം. അദ്ദേഹം ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ്. അതുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. ഇനിയും വരുമ്പോൾ കാണാനും സംസാരിക്കാനുള്ള അവസരം ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വാർത്തവെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ റാന്നിക്കാരുടെ അഭിമാനമാണ് തമ്പിപ്പോത്ത് കാവുങ്കൽ. മലയാളികളുടെ അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം അക്കാര്യം അദ്ദേഹത്തിന് അവാർഡ് നൽകിയ വേൾഡ് ലിറ്ററേച്ചർ ഫോറം അവാർഡ് നൽകിയപ്പോൾ നമ്മുടെ റാന്നിയെ 25 വർഷം നയിച്ച മുൻ MLA രാജീവ് എബ്രഹാം അത് പ്രസ്താവിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറുന്നവർ അവിടെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കട്ടെ, തമ്പിച്ചാരുടെ ആയുസ്സും ആരോഗ്യവും തന്ന് ദൈവം കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.